വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളിന് ശേഷം ഞാൻ ഒരു വ്ളോഗ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗൊക്കെ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇപ്പം വീട്ടിൽ വന്നതാണ് ആൻഡ് ഐശ്വര്യ ഉണ്ട് കൂടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഈ സ്പെഷ്യൽ ഡേയ്സ് അല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം ഷാനി കൃഷ്ണൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുള്ള വ്ളോഗ്. അപ്പം അവളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ കുറേ നാളിന് ശേഷമാണ് വീഡിയോ ഇടുന്നത് ആൻഡ് ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാനും ഇങ്ങനെ ചിന്തിച്ചു, ശരിയാണല്ലോ, നമുക്കിങ്ങനെ ഈ സ്പെഷ്യൽ ഡേയ്സ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് നോർമലായിട്ട് നമ്മൾ വീട്ടിൽ ഉള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഒരു നോർമൽ ഡേനെ സംതിങ് സ്പെഷ്യൽ ആക്കാമല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു വ്ളോഗ് എടുക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ കുറേ നാളിന് ശേഷം ടുഡേ ഐ ആം ഗോയിങ് ടു ടേക്ക് എ ഡേ ഇൻ മൈ ലൈഫ് അറ്റ് ഹോം. അപ്പോൾ കുറേ വിശേഷങ്ങളും കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അപ്പോൾ പറയാം. അപ്പോൾ ഞാനിപ്പോൾ എഴുന്നേറ്റ് പല്ല് പോലും തേച്ചിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല. അപ്പോൾ ഇനി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പല്ല് തേച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോയി പല്ല് തേച്ചിട്ട് തരാം. പല്ല് തേച്ച് വന്നപ്പോഴത്തേക്കും ഐശ്വര്യം അമ്മയും കൂടെ കഴിക്കാൻ തുടങ്ങി. പുട്ടിനൊരു കളർ വ്യത്യാസമാണ്. ഓക്കെ, വി ഹാവ് ചെറുപയർ കറി. എനിക്ക് ചെറുപയർ കറി ഭയങ്കര ഇഷ്ടമാണ്. അമ്മ അമ്പലത്തിലൊക്കെ പോയി എന്തൊക്കെയൊക്കെ വഴിപാടെല്ലാം വെച്ചിട്ട് വന്നു. ഐശ്വര്യതയിരിക്കുന്നു. നമുക്ക് പുട്ട് കഴിക്കാം. എനിക്ക് പുട്ടിൽ തേങ്ങ ഇഷ്ടമില്ല, അപ്പോൾ നമ്മൾ തേങ്ങ ഇങ്ങനെ മാറ്റും, എന്നിട്ടേ ഞാൻ പുട്ട് കഴിക്കുള്ളൂ. എത്ര പേര് ഇങ്ങനെ കഴിക്കുമെന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, എൻ്റെ അനിയത്തിക്ക് പക്ഷേ കടലക്കറിയാണ് കൂടുതൽ ഇഷ്ടം, പക്ഷെ എനിക്ക് ചെറുപയറാണ് ഇഷ്ടം. കടല എനിക്ക് ഇഷ്ടമാണ്, വിത്ത് പത്തിരി. പക്ഷെ എനിക്ക് ചെറുപയറാണ് ഇഷ്ടം. ആൻഡ് അമ്മ പപ്പടം, അമ്മയൊന്ന് പറഞ്ഞോട്ടെ. അമ്മ പപ്പടം എടുത്തന്നെ. താങ്ക് യു. യെസ്, അപ്പോൾ ചേച്ചി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം നമ്മൾ ടി വി കണ്ടു. ഇപ്പോൾ ഒരു ടി വി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ പറയുക, എന്താണ് പിന്നെ ചെയ്യാനിങ്ങനെ ആലോചിച്ചിരിക്കുവാണ് ഞാൻ. നമ്മൾ ഇന്നലെ ആക്ച്വലി പുഴയിൽ പോയായിരുന്നു. അപ്പോൾ ഇന്നും ഈ ചൂട് കാരണം പുഴയിൽ പോകാനുള്ള ടെൻഡൻസി ഇങ്ങനെ കൂടുക. പുഴയിൽ പോയിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കിടക്കുമ്പോൾ നല്ലൊരു സുഖമാണ്. പിന്നെ നമുക്ക് നീന്താൻ അറിയാത്തതുകൊണ്ട് നമ്മൾ ആ ഒഴുക്ക് വരുന്ന സമയത്ത് ഇറങ്ങാറില്ല. ഇപ്പോൾ ഈ ഉച്ച കഴിഞ്ഞുള്ളൊരു സമയത്ത് ഈവനിങ് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് വെള്ളം തുറന്ന് വിടുന്നത്. സോ ആ ടൈമിൽ നമ്മൾ പോകാറില്ല. ഉച്ചയ്ക്കൊക്കെ പോയി കഴിയുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇന്ന് എന്തൊക്കെയാണ് ഉച്ചക്കത്തേക്ക് ലഞ്ചിനുള്ളത് നമുക്ക് അമ്മേൻ്റെ അടുത്ത് ചോദിക്കാം. പിന്നെ ലഞ്ചിന് എന്താ ഉള്ളതെന്ന്? മത്തനും വൻപയറും കറി. മത്തനും വൻപയറും പുളിങ്കറി, പുളിഞ്ചി, ഐശ്വര്യമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ട കൂർക്കലുപ്പേരി. ഈ മത്തനും വൻപയറും എനിക്കറിയത്തില്ല എവിടെയൊക്കെ ആ ഒരു കോമ്പിനേഷൻ കറി വയ്ക്കുന്ന. എനിക്ക് ഭയങ്കര ഇഷ്ടം മത്തനും വൻപയറും കൂടെയുള്ള കറി. പിന്നെ ഞാൻ ശ്രദ്ധിച്ചതായിരുന്നു നമ്മളുടെ ഇങ്ങോട്ടേക്കൊക്കെ കുറച്ചും കൂടെ എല്ലാ കറിയിലും തന്നെ നമ്മൾ തേങ്ങ അരയ്ക്കും. പക്ഷേ ചില സ്ഥലത്തൊന്നും അങ്ങനെ തേങ്ങ അരച്ച കറികൾ കുറവായിരിക്കും. ഇപ്പോൾ സാമ്പാറിലാണെങ്കിൽ പോലും നമ്മളെപ്പോഴും വയ്ക്കുമ്പോൾ തേങ്ങ വറുത്തരച്ചിട്ട് വയ്ക്കുക. പക്ഷേ ഇപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്നൊക്കെ സാമ്പാർ വയ്ക്കുമ്പോൾ പൊടിയിട്ട സാമ്പാറാണ് മിക്കപ്പോഴും ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. പിന്നെ ഈ മത്തനും വൻപയറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൂർക്കൽ, ഓ മൈ ഗോഡ്, ഐ ഡോണ്ട് നോ ഹൗ മെനി കൂർക്ക ഫാൻസ് ഇസ് ഹിയർ. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. എനിക്ക് കൂർക്ക എന്തൊരു ഇഷ്ടമാണ് പറയും. മറ്റേ അച്ചുവിൻ്റെ അമ്മ സിനിമയിനകത്തൊക്കെ പുള്ളിക്കാരി ഉർവശി ഇങ്ങനെ കൂർക്ക എവിടെ പോയാലും ഇങ്ങനെ വാരെടുക്കണല്ലോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക. ചുമ്മാ ഇങ്ങനെ വറവിട്ട് ഉപ്പേരി വയ്ക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ എപ്പോഴും വരുമ്പോഴും അമ്മ കൂർക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ട്. കൂർക്ക ഉപ്പേരീൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് രസമാണ്. രസം കൂർക്ക ഉപ്പേരീൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഐശ്വര്യക്ക് പുളിങ്കറി ഇഷ്ടമാണ്. എന്താണ് ഇഞ്ചിപ്പുളിയല്ല പുളിയിഞ്ചി വെക്കാമെന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെയാണ് ലഞ്ചിന്. പിന്നെ ഇവിടെ മാങ്ങാച്ചാറുണ്ട്, അമ്മ ഉണ്ടാക്കിയ മാങ്ങാച്ചാർ.
പൊതുവെ അമ്മ ഉണ്ടാക്കുന്ന അച്ചാറൊന്നും എനിക്ക് ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഇത്തവണ അമ്മ ഉണ്ടാക്കിയ മാങ്ങാച്ചാർ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ടേസ്റ്റി, സോ ടേസ്റ്റി. ഞാൻ ലഞ്ച് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇത് പുളിയിഞ്ചി. ഞാൻ പറഞ്ഞില്ല ഇവക്ക് പുളിയിഞ്ചി ഭയങ്കര ഇഷ്ടമാണ്. മറ്റു പുളിയിഞ്ചി ഇവള് സൈഡ് ഡിഷ് ആയിട്ടുള്ള പുളിയിഞ്ചി കയറ്റി ഒഴിച്ച് കഴിക്കുന്നത് ഫുൾ പുളിയിഞ്ചി കറി പോലെ കോരി ഒഴിച്ചേക്കുന്നത്. ചട്ടിയും കൂടെ എടുത്തരട്ടെ ഞാൻ ചട്ടി എടുത്തരട്ടെ. പിന്നെ വി ഹാവ് ദിസ് മത്തൻ ആൻഡ് വൻപയർ. ഇതാണ് ഞാൻ പറഞ്ഞ കയർ. ഇതാണ് ഞാൻ പറഞ്ഞ കറി. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തൻ ആൻഡ് വൻപയർ കറി. ക്ഷീണത്തിലെ മത്തങ്ങ ഞാൻ കൂട്ടൂല. മത്തങ്ങ ഞാൻ കൂട്ടാൻ ട്രൈ ചെയ്യാം. ഞാനിങ്ങനെ ഓരോ വെജിറ്റബിൾസ് ഞാനിങ്ങനെ ഓരോ വെജിറ്റബിൾസ് ഇങ്ങനെ കഴിക്കാത്തത് കഴിക്കാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് മൈ ഫേവറേറ്റ് കൂർക്ക ഈസ് ഹിയർ. ഞാൻ പറഞ്ഞില്ല തികയില്ലാന്ന്. ഇത് കറി എടുക്ക് ഇച്ചിരി. ഓ ഇല്ല, ഇതാണ് ഞാൻ പറഞ്ഞ മാങ്ങാച്ചാർ. ഇവിടുത്തെ ഹോം മെയ്ഡ് മാങ്ങാച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മ നാരങ്ങാച്ചാർ ഉണ്ടാക്കി എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇത് കൊള്ളാം. ഇല്ല, അമ്മ ഉണ്ടാക്കണ നാരങ്ങാച്ചാർ എനിക്ക് ഇഷ്ടമാവില്ല. എന്ത്? അത് വേറെ ഉണ്ടാക്കാൻ. ഒരു ഉണക്കമീൻ സ്രാവുണ്ട്. എനിക്ക് സ്രാവ് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഉണക്കമീൻ എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ വൈകുന്നേരം വരെ കുറേ നേരം ഫോണിലൊക്കെ കളിച്ച് പിന്നെ ഇപ്പൊ നമ്മളിത് ജസ്റ്റ് ഇന്നലത്തെ പോലെ തന്നെ നമ്മൾ പുഴയിലോട്ട് പോവാം. അല്ല, ബിക്കോസ് ഞാൻ നിങ്ങളത് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ മാത്രമില്ല. പിന്നെ ഇന്നിപ്പം നമ്മൾ എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം അങ്ങനെ ഇരുന്ന് പിന്നെ അമ്മേൻ്റെ അടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ നാളെ ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ. യെസ്, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ ജനിച്ച ദിവസമാണ്. യെസ്, ഈ വീഡിയോ ഞാൻ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ കുറേ പ്ലാൻസും പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ സൺസെറ്റൊക്കെ കവറായപ്പോൾ വിചാരിച്ചു നമ്മൾ പുഴയിൽ പോകാമെന്ന്. അപ്പം നമ്മളിപ്പോൾ ഇതേ പുഴയിൽ പോവാം. എങ്ങനെയാണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല, പോയി നോക്കാം. വലിയ വെള്ളം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. വെള്ളം തുറന്നു വിടുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ച് വരണം. എനിക്ക് ആക്ച്വലി ഇന്ന് തല നനയ്ക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ഇന്നലെ എൻ്റെ തലയൊക്കെ നനച്ച് കുളിച്ച് എൻ്റെ ക്രീമൊക്കെ വെച്ച് ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്നലെ. ഇന്ന് എഗെയിൻ ആക്ച്വലി നനയ്ക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഇന്നലത്തെ എൻ്റെ ക്രീമൊക്കെ വേസ്റ്റായി പോകും. പക്ഷേ ഐശ്വര്യമൊക്കെ വന്നായിരുന്നു. നമ്മൾ പുഴയിൽ പോകാം എന്ന് വിചാരിച്ചു. പിന്നെ എനിക്കും പുഴ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാനുള്ള തോട്ട് വരും, ആ ഒരു ത്വര വരും. പിന്നെ കുഴപ്പമില്ല, ഇന്നും അങ്ങ് തല നനയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മളിതേ പുഴയിലെത്തിട്ടത്. ഇവിടെ കുറേ വേറെ ഏതൊക്കെയോ ആൾക്കാർ. എനിക്കിഷ്ടമല്ല നമ്മൾ കുളിക്കാൻ വരുന്ന സ്ഥലമായിട്ട് വേറെ ആരും വരണ്ട. ഇന്ന് വെയിലില്ല. വെയിൽ പോയി, ഓൾമോസ്റ്റ് സൺസെറ്റ് കഴിഞ്ഞു. ഞാൻ കാണിച്ചു തരാം. സൺസെറ്റ് ഈസ് ഓൾമോസ്റ്റ് ഓവർ. ഇങ്ങോട്ട് നോക്ക് സോനെ. ഞാൻ താഴെ പോട്ടെ. സോനങ്ങോട്ടോക്ക്. ഞാൻ ഇന്നലെ ഇട്ട സെയിം ഡ്രസ്സാണ്. കുഴപ്പമില്ല. പുഴയിലെ കുളിയൊക്കെ കഴിഞ്ഞപ്പം ഐ വാസ് ക്രേവിംഗ് ഫോർ സം ചായക്കടി ആൻഡ് അച്ഛൻ ഗോട്ട് മീ സം പഴംപൊരി. തിരുവനന്തപുരം ടൗണിൽ കൂടെ പോകുന്ന പിന്നല്ലാണ്ട് ഒരു ടൗണിൽ കൂടെ ഓടിക്കണാണ്. ആറിഞ്ച് KSRTC പുറകെ കൂടെ ഇടിച്ച്.
ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗായ്സ്. എല്ലാവരും കൈയടിക്കും, എല്ലാവരും എനിക്ക് വിഷസ് കഴിക്കണേ കമൻസിൽ. പക്ഷേ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് മേ ബി 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം. അപ്പം ഞാനിപ്പോൾ രാവിലെ എണീറ്റിട്ട് സൺലൈറ്റ് വിടുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ അമ്പലത്തിലോട്ട് പോവാം. അപ്പം ഞാൻ നിങ്ങളത് പറയാൻ വിചാരിച്ചു. ഞാൻ കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റെ ബർത്ത്ഡേ ഞാൻ വീട്ടിൽ നിന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ പ്ലാൻ ഈ വർഷത്തെ ഇങ്ങനെ ആയിരുന്നില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. പിന്നെ വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു നമുക്കിവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും നമ്മളിപ്പം ഞാൻ കുറച്ച് നാളായിട്ടുള്ളൂ വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങിയിട്ട്. ബിക്കോസ് ഞാൻ ചെറുപ്പം തൊട്ടേ കൂടുതലും മാറി നിന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, വൈ നോട്ട്, ഈ ബർത്ത്ഡേ വീട്ടുകാരോട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചു. അപ്പം രാവിലെ എണീറ്റു, ഞാൻ അമ്പലത്തിൽ പോവാണ്. എനിക്ക് രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകാൻ ഭയങ്കര മടിയാണ്. രാവിലെ എണീക്കാനേ മടിയാണ്, അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ടല്ല, രാവിലെ എണീക്കാനുള്ളതുകൊണ്ട്. പക്ഷേ സംഭവം ഞാൻ എണീറ്റതല്ല, അമ്മ എന്നെ എണീപ്പിച്ച് ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോകണം. രാവിലെ തന്നെ കുറച്ച് ബ്ലെസ്സിങ്സ് ഒക്കെ അങ്ങോട്ട് കിട്ടട്ടെ. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ ഫൈനലി എനിക്ക് 26 വയസ്സായി. അയ്യോ, ഓ മൈ ഗോഡ്. ഞാൻ ഇങ്ങോട്ടിങ്ങനെ നടന്നു വന്നപ്പം ഒരു ഇവിടുത്തെ ബസ് എൻ്റെ അടുത്ത് വന്ന് നിർത്തിയിട്ട് ഡ്രൈവർ എന്നോട് ചോദിക്കാം കേട്ടോ, പടച്ചോനെ കണ്ടോന്ന്. ഞാൻ പറഞ്ഞാൽ കണ്ടു എന്ന്. അപ്പോൾ ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിക്കാം, പടച്ചോനെ കാണാനുള്ള സമയം അതിന് കിട്ടി, അങ്ങോട്ട് പോകുന്നതും വരുന്നതൊക്കെ കണ്ടല്ലോ, പെട്ടെന്നാണല്ലോ. ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. പടച്ചോനെ കാണാൻ എത്ര ടൈം വേണമെന്നൊക്കെ ഉണ്ടാവും, അങ്ങനെയൊന്നുമില്ലല്ലോ, എനിക്ക് അത്രയും സമയമൊക്കെ മതി. പിന്നെ നമ്മൾ ഭജന ഇരിക്കാനല്ലല്ലോ പോകണം, നമ്മൾ പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. പ്രാർത്ഥിച്ച് നമുക്ക് തിരിച്ചു വരാം. ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ വീട്ടിലെത്തി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. രാവിലെ തന്നെ കുളിച്ചപ്പം ഒരു ഫ്രഷ് ഫീലൊക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി രാവിലെ കുളിക്കുന്ന ഒരു പേഴ്സണല്ല, ഞാൻ വൈകുന്നേരം കുളിക്കാറുള്ളൂ. പിന്നെ ഇങ്ങനെ അമ്പലത്തിൽ പോകാനുള്ളതും ഇതുപോലുള്ള ഒക്കേഷൻസിൽ ഞാൻ രാവിലെ കുളിക്കും, വേണമല്ലോ. എന്നാലും ഞാൻ വേർത്തു, നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്താണെന്ന് പോയി നോക്കാം. നമ്മൻ്റെ സ്പെഷ്യൽ എന്താണത്, നെയ് റോസ്റ്റ്. ഹോംലെസ് ഗേൾ ഉണ്ടായിരുന്നു ഉറക്കം. കൊള്ളായിരുന്നു. ഐശ്വര്യൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഐശ്വര്യ ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും ഐശ്വര്യ പൊട്ട് വയ്ക്കും. അതാണ് ഐശ്വര്യൻ്റെ സ്പെഷ്യാലിറ്റി. പൊട്ട് വയ്ക്കും. പൊട്ടില്ലാതെ ഐശ്വര്യം ഇല്ല, ഐശ്വര്യക്കൊരു ജീവിതമില്ല. ഇല്ല. എന്താ അങ്ങനെ? അതാ എന്നിട്ട് കിടന്നതാ മഹർഷി പൊട്ട് വെച്ചിട്ടുണ്ട്. തുളുമ്പുന്ന ഐശ്വര്യം, എൻ്റെ മുഖത്തുനിന്ന് ഐശ്വര്യം തുളുമ്പുന്നാണ്. നെയ് റോസ്റ്റാണ് അമ്മ. മറ്റേ സാധനം വെച്ച് പരത്ത്, അമ്മ എല്ലായിടത്തും പരത്താൻ പറ്റും ഈസി ആയിട്ട്. ആ സാധനം കൊടുക്ക്. അതിൻ്റെ ഒരു പുതിയ ഉണ്ടല്ലോ, ആ തീയത്തിരി കുറയ്ക്കുമോ? എടുത്തോ വരിയുണ്ട്. അപ്പോൾ എൻ്റെ മുഖം തിളങ്ങുന്നതൊക്കെ നിങ്ങളായിരിക്കും അത് ഭയങ്കര ഗ്ലോയിങ് സ്കിന്നാണ്. മേ ബി ഒരു 20% ആയിരിക്കാം, പക്ഷേ ബാക്കിയൊക്കെ വേർത്തതാണ് ഗൈസ്. അപ്പോൾ
ഉച്ചയായി. ആൻഡ് ലൈക്ക് എൻ്റെ ഒരു ഫ്രണ്ടും അവൻ്റെ ഡോഗും, അവൻ ഡോഗിനെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഡോഗിനെ കാണാൻ വേണ്ടിയിട്ട്. ബിക്കോസ് എൻ്റെ വീട്ടിൽ ഇതുവരെ ഇന്നത്തെ ദിവസം വരെ ഡോഗിനെ വളർത്തിയിട്ടില്ല. ഇവിടെ ഒട്ട് സമ്മതിക്കില്ല വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ അമ്മ പറയും നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അങ്ങനെ കുറേ ലൈക്ക് അവരെ മാറ്റി നിർത്തണം നമ്മൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോകും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതുവരെ എനിക്കൊരു ഡോഗിനെ വളർത്താനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. മേ ബി ഇൻ ദ ഫ്യൂച്ചർ ഇങ്ങനെ നടക്കട്ടെ. അപ്പോൾ ക്യാറ്റിനെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ ഡോഗുമായിട്ടാണ് വന്നത്. സോ ഞാൻ കാണിച്ചു തരാം. യാഗോ, ഇതാണ് സോന ചേച്ചി. ഓക്കെ, ഡിയാഗോ ഇവിടെ വാ, ഇങ്ങോട്ട് വാ. സോന ചൂടാണ്. സോന പപ്പടം പൊരിക്കുന്നു. അമ്മ എന്താക്കണ? അത് വിഷമം. പുറത്തു പോവാനാ വിഷമിക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തു പോവാം. വെയിൽ മാറിയിട്ട് പുറത്തു പോവാം. സ്ലോ മോഷൻ വേണ്ട. മമ്മി രസമുണ്ട്. കറി കൊള്ളാം. അച്ചാർ തരും. നിന്റെ വീട്ടിൽ അച്ചാറുണ്ടാക്കുന്നുണ്ടോ? ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഡിയാഗോനെ പുഴയിൽ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. ബിക്കോസ് അവൻ അങ്ങനെ പുഴയിലൊന്നും ഇറങ്ങിയിട്ടില്ല. സോ അവൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. നമ്മൾ 3 ദിവസം പോയപ്പോൾ ഇല്ലേ? ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് ഇങ്ങനെ പോയപ്പോൾ അതാണ് ദിവസം. ചൊറിയവൻ അവൻ ആദ്യമായിട്ടേക്ക് ഇത്രയും ഫ്രഷ് പുല്ല് അവൾ കിടക്കട്ടെ. അവൻ ഞാൻ എന്തും ചെയ്യട്ടെ. യാഗോ ഈസ് ഗോയിങ്. അവൻ പോവാണ്. നമുക്ക് ടാറ്റ കൊടുക്കാം.
സാരല്ല പോട്ടെ. കറക്റ്റ് എല്ല് കിട്ടി. പിയാഗ് പോകുക, ചേച്ചിന്റെ മോൻ പോകുവാനോ. ബൈ 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 ബൈ, ടാറ്റാ ടാറ്റാ. ബൈ ബൈ. അങ്ങനെ അവർ പോയതിന് ശേഷം ഒരു ഗ്ലാസ് പായസം കൂടെ കുടിച്ചിട്ട് ഞാൻ അങ്ങ് റെഡിയായി. ബിക്കോസ് ഐശ്വര്യ ആൻഡ് സോന വെർ പ്ലാനിങ് സംതിങ് ഫോർ മൈ ബർത്ത്ഡേ ആൻഡ് ദിസ് ഇസ് മൈ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് ഗൈസ്. കമന്റ് ബിലോ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഈ വർഷത്തെ ബർത്ത്ഡേ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവാണ്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, ലവ് യു ഗൈസ്. Is it too late to learn to listen?